സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി. അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്ക് ഒരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് തിരിച്ചടിയാകും. സന്നിധാനത്ത് എത്തുന്നവരിൽ ഏറിയ പങ്കും തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരിൽ തന്നെ ഭൂരിഭാഗവും ഗ്രാമീണ മേഖലയിൽ നിന്നുള്ളവരും. ദർശനത്തിന് വെർച്വൽ ക്യൂ നിർബന്ധമാണെന്നറിയാതെയോ സാങ്കേതിക തടസ്സങ്ങളാൽ ബുക്ക് ചെയ്യാൻ കഴിയാതെയോ എത്തുന്നവർക്ക് അനുഗ്രഹമായിരുന്ന സ്പോട്ട് ബുക്കിംഗ് സൗകര്യമാണ് സർക്കാർ വേണ്ടെന്ന് വെച്ചത്. കുമളി, എരുമേലി, മുണ്ടക്കയം, ആലുവ, ഏറ്റുമാനൂർ, ചെങ്ങന്നൂർ, പന്തളം, നിലയ്ക്കൽ, പമ്പ, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ മുൻ വർഷങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. നിലയ്ക്കലിൽ 10ഉം പമ്പയിൽ 5ഉം കൗണ്ടറുകളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഒറ്റയടിക്ക് വേണ്ടെന്ന് വെച്ചത് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന ആശങ്ക ദേവസ്വം ഉദ്യോഗസ്ഥർക്കുമുണ്ട്. തീരുമാനം പുനർപരിശോധിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളും ദേവസ്വം ജീവനക്കാരുടെ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെർച്വൽ ക്യൂ സംവിധാനം ദേവസ്വം ബോർഡാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ ഒരു ദിവസം 80,000 ഭക്തർ എന്ന പരിധി നിശ്ചയിച്ചത് ട്രാവൽ ഏജൻസികൾക്കായി ബുക്ക് ചെയ്താൽ സാധാരണ തീർത്ഥാടകർക്ക് അവസരം കിട്ടാതെ വരും. സന്നിധാനത്ത് എത്തുന്നവരുടെ കണക്കും വിവരവും സുരക്ഷയ്ക്ക് ആവശ്യമാണെന്നും തിരുപ്പതി ക്ഷേത്ര മാതൃകയിൽ ശബരിമലയിലെ ദർശനം ക്രമീകരിക്കണമെന്നുമുള്ള ലക്ഷ്യത്തോടെയാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ ക്രമീകരണങ്ങൾ. എന്നാൽ മാസപൂജയ്ക്ക് 5 ദിവസവും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് 2 മാസത്തോളവും മാത്രം തുറക്കുന്ന കാനന ക്ഷേത്രമായ ശബരിമലയെ എന്നും ദർശനമുള്ള തിരുപ്പതിയുമായി താരതമ്യം ചെയ്യാനാവില്ല. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.